ഹലോ ഐസ് ഡിവിയൻ ഹിയറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആണ്. പക്ഷേ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഫെയിൽഡ് ആയിപ്പോയി ഗൈസ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ 2 വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ വേൾഡിൻ്റെ പേര് നമുക്ക് എന്തിടാം? എൻ്റെ ചാനലിൻ്റെ പേരിട്ടാലോ? SVN എന്നായിപ്പോയി. ഡിവിയൻ ഹിയർ 1 2 3 എന്നില്ല, ചുമ്മാ എനിക്ക്. പക്ഷേ ഇത് ഒരു ഹാർഡ് കോർ വേൾഡ് ആയിരിക്കും ഉറപ്പ്. ഓക്കെ, ഹാർഡ് കോർ വേൾഡ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഹാർഡ് കോർ വേൾഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളിപ്പോൾ അഥവാ മരിച്ചുപോയി, എങ്ങനെയെങ്കിലും മരിച്ചുപോയാൽ ഒരിക്കലും നമുക്ക് തിരിച്ച് റീസ്പോൺ ആകാൻ പറ്റത്തില്ല. അതാണ് ഹാർഡ് കോറിൻ്റെ ഒരു മെയിൻ കുഴപ്പം. പക്ഷേ അത് മാത്രമല്ല, ഇതിൻ്റെ ഡിഫിക്കൽട്ടി ഹാർഡും ആയിരിക്കും. സാധാരണ പോലെ ഈ സാധാരണ സോംബീസ് ഒന്നുമല്ല, കുറച്ചും കൂടെ കൂടുതൽ സോംബീസ് കാണും. പിന്നെ മോബ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് ഈ വേൾഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ഫെയിൽ ആയിപ്പോയി. പക്ഷേ ഇപ്രാവശ്യം സെറ്റാണ്. എന്തായാലും നിങ്ങൾ കിടിലായിട്ട് തന്നെ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ഇതായില്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം വരും. ഓക്കെ, നൈസ്. അത് മാത്രമല്ല, ഞാൻ ഷെയ്ഡേഴ്സ് ഇട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് കാണാനും പറ്റും. നല്ല ഗ്രാഫിക്സ് ഒക്കെ, നല്ല ട്രീസിൻ്റെയും പിന്നെ സൺഷൈൻ, ഈ സൂര്യ വെളിച്ചമൊക്കെ കിടിലേച്ച് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെപ്പോഴും തുടങ്ങുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് മരം മുറിക്കണം. വെയിറ്റ്, എനിക്ക് സൗണ്ടൊന്നും കേൾക്കാനില്ലല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കണം തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നേ. മ്യൂസിക് അത് മതി. ഓക്കെ, ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ തോന്നുന്നു. തന്നെ. നിങ്ങൾക്ക് ഏത് ബയോമാണെന്ന് എന്താണെന്ന് തോന്നുന്നു. കണ്ടിട്ട് പ്ലെയിൻസ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ 6 ഗൈസ്, ഇപ്പം ഞാൻ മരിച്ചേനെ. സത്യത്തിൽ ചാവേണ്ടതാണ് ഞാൻ. എന്തോ ഒരു ഭയത്തിന് ഞങ്ങൾ മരിച്ചില്ല. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം. എന്തായാലും കുറേ പ്ലാങ്ക് വേസ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് ഒരു വർഷം കൂടെ മരം മുറിക്കാം. ഓക്കെ, അതും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം 33 പ്ലാങ്ക് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഇങ്ങനെയല്ലേ? എന്തോ ആണ്. പക്ഷേ എല്ലാം ഫെയിൽഡ് ആണല്ലോ. എനിക്ക് സത്യത്തിൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിഞ്ഞുകൂടാ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഓക്കെ, ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് സോഡും പിക്കാച്ചൊക്കെ ഉണ്ടാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിക്ക് ഉണ്ടാക്കണം. അതുണ്ട് 12 സ്റ്റിക്ക് വേണം. അപ്പോൾ നമുക്ക് സോഡ് ഉണ്ടാക്കാം. പിന്നെ ഒരു പിക്കാച്ച് ഇവിടെ, പിക്കാച്ച് ഉണ്ടാക്കാം. ഓക്കെ,
വർത്താണെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇനി ഒരു വീടാണ് വേണ്ടത്. പക്ഷെ വീട്ടിലുള്ള സാധനമൊന്നുമില്ല ഞങ്ങളിപ്പോൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സത്യത്തിൽ? ഫുഡ് വേണം. ഫുഡിന് വേണ്ടി കുറച്ച് അനിമൽസിനെയൊക്കെ കണ്ടുപിടിക്കണം നമുക്ക്. അല്ലെങ്കിൽ ഫുഡ് ഇല്ലെങ്കിലും ഭയങ്കര കുഴപ്പമാണ് ഗൈസ്. നമുക്ക് ഹീലാവണമെങ്കിലും ഫുഡ് വേണം. ഓഹ്, ഇതെന്താ ഞാൻ ചുമ്മാ നടക്കുമ്പോൾ ഡാമേജ് ഒക്കെ പോകുന്നത്? സത്യത്തിൽ ഫുഡില്ലെങ്കിൽ സത്യത്തിൽ ഭയങ്കര കുഴപ്പമാണ്. ഒരു കൗനെങ്കിലും വേണം. ഷീപ്പ് ഉണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കണം. ഷീപ്പ് പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ഒരു അനിമലിനെ പോലെ ഞാൻ കണ്ടില്ല ഇതുവരെ. ഒന്നിനെയും കണ്ടില്ല. ഓക്കെ, നമുക്ക് മുങ്ങാൻ പറ്റും. നമുക്ക് മുങ്ങാൻ പറ്റും. ഓക്കെ, ഞാൻ വേറൊരു സ്ഥലത്ത് വന്നു. ഇത് എവിടെയാണോ എന്തോ. എന്തായാലും അനിമൽസ് ഒന്നും ഇല്ല ഇവിടെ, അത് ഉറപ്പാണ്. ഇവിടെ ഒന്നുമില്ല, സത്യത്തിൽ ഒന്നുമില്ല. എന്താണോ എന്തോ. എനിക്ക് സത്യത്തിൽ കോർഡിനേറ്റ്സും ഒക്കെ ഇപ്പം അറിയാം, ഏകദേശം എനിക്കറിയാം. തൽക്കാലം ആവശ്യമില്ല. ഇപ്പം എന്താണ് എൻ്റെ ബയോം എന്താണ്? മൈൻക്രാഫ്റ്റ് ഓൾഡ് ഗ്രോത്ത് ബെർജ് ഫോറസ്റ്റ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ മരമാണ്. നൈസ്, കടലെത്തി നമ്മൾ. എവിടെ പോകാനാണ്? ഏകദേശം പകുതി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആവറായി കാണും. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇവിടെ ഒരു വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കാനുള്ള സൗകര്യമൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. എന്ത് ചെയ്യുമെന്ന് തോന്നി. നല്ല രസമുണ്ട് കളിക്കാൻ. ഇങ്ങനെ കളിക്കാൻ ഷീഡോസിറ്റ് കളിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ പ്യൂഡിഫൈൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പം മൈൻക്രാഫ്റ്റിൽ പ്യൂഡിഫൈ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മല എടുത്തിട്ട് അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ബീച്ച്, ഒരു മലയുടെ മുകളിൽ പോകണം. ഫസ്റ്റ് ഇപ്പം മലയുടെ മുകളിൽ പോയിട്ട് ഇവിടെ ഒരു വീടുണ്ടാക്കി. നമുക്ക് അതേപോലത്തെ ഒരു വീടുണ്ടാക്കാം. ഇവിടെയാണോ? ഇവിടെ വേണ്ട, ഒരു ഡേർട്ട് ഹൗസ് ഉണ്ടാക്കാം. ഇവിടെ മതി. സ്റ്റോണേജ്, കോബിൾ സ്റ്റോൺ എടുക്കുമ്പോൾ സ്റ്റോണേജ് ആകും. നല്ല സ്പേസ് ഉണ്ടാക്കാം ഇവിടെ. ഇതിനെക്കാളും നല്ല ശവലം ഉണ്ടാക്കുന്നത്. നമുക്ക് ശവലം ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടി ഈസി ആയി. ഓക്കെ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ ഗ്രേവൽ എന്ന് പറയുന്ന സംഭവം. മൈൻക്രാഫ്റ്റിലെ ഒരു സാൻഡ് പോലത്തെ വേറൊരു സംഭവമാണ്. നമുക്കത് ഭയങ്കര ഡേഞ്ചറാണ്, നല്ല ഡേഞ്ചറുള്ള സാധനമാണ്. തൽക്കാലം കുറച്ചും കൂടെ കുറച്ചും കൂടെ സെറ്റാക്കല്ലേ. അയ്യോ, മുകളിൽ എനിക്ക് തോന്നുന്നു ഇത് ഡേഞ്ചറാണ്. ഇത് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട്
അയ്യോ എനിക്ക് തോന്നുന്നില്ല സീലിംഗ് സെറ്റ് ആവൂല. അതുകൊണ്ട് നമുക്ക് ഇത്ര മതി, പൊക്കം ഇത്ര മതി. ബെഡ് ഉണ്ടാക്കണം ഇവിടെ, ഡോറ് വെക്കണം. ഡോർ എനിക്ക് വേണം ഇപ്പം ഉണ്ടാക്കാൻ തോന്നുന്നു. ഡോർ ഉണ്ടാക്കാൻ പറ്റൂലേ? ഡോറും സെർച്ച് ചെയ്ത് നോക്കാം. ഡോറില്ലേ? ശരിയല്ലേ? ഡോറിന് വേറെ എന്തെങ്കിലും പറയോ? ഓക്ക് ഡോറൊന്ന് അടിച്ചാലേ വരൂ കേട്ടോ. നമുക്ക് സ്റ്റേഴ്സ് ഇടാം, പക്ഷേ ഡോർ ഇടുക. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇയാളും കൂടെ എടുക്കാം. എന്നിട്ട് ഇവിടെ കൂടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഡേർട്ട് ഹൗസ് ആണിത്. എൻ്റെ ഒരു ഡേർട്ട് ഹൗസ് ആയിട്ട് വരും. ഓക്കെ, എൻ്റെ ഒരു ചെറിയ ഡേർട്ട് ഹൗസാണിത്. ടോർച്ച് ഉണ്ടാക്കണം, പക്ഷെ അതിനുവേണ്ടി കോൾ വേണം. എന്തായാലും രാത്രി അവരെ ഒരു അനിമലിനെ ഞാൻ ഇവിടെ കാണുന്നില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം. മലയും വേണോ? വേണ്ടല്ലേ? എന്തായാലും ഇത് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ വേണം. എന്തായാലും ഹാർഡ് കോർ വേൾഡിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസം വരും. അപ്പോൾ ഞാൻ അയൺ കണ്ടുപിടിക്കും. പിന്നെ ഒരു വീടൊക്കെ സെറ്റാക്കണം എനിക്ക്. അത് മാത്രമല്ല, എനിക്ക് കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് കണ്ടുപിടിക്കണം, അങ്ങനത്തെ ഒരു ഫാം ഉണ്ടാക്കണം. അതൊക്കെ ഒരു മെയിൻ കാര്യമാണ്, അതൊക്കെ ഉണ്ടാക്കണം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.